വളരെ സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു മോട്ടറൈസ്ഡ് വീൽ ചെയറാണ് ഈ കാണുന്നത്. കണ്ടോ, യാത്രകളിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. ഇതേപോലെ ചെറുതായിട്ട് ഇരിക്കുന്ന രൂപത്തിലായിരിക്കും ഇത് നമുക്ക് ഫോൾഡ് ചെയ്താൽ കിട്ടുന്നത്. ആർക്ക് വേണമെങ്കിലും ഇതേപോലെ പൊക്കി കൊണ്ടുപോയിട്ട് കാറിൻ്റെ ഡിക്കിലൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീൽ ചെയറാണ്. ഫ്രീഡം ലൈഫ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് എസ്ലെ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഭാരം കുറഞ്ഞിട്ടുള്ള ഒരു മോട്ടറൈസ്ഡ് വീൽ ചെയറാണ്. ഫുള്ളി ബ്ലാക്കിൽ വരുന്ന വെറും 18 kg മാത്രം വരുന്ന ലിഥിയം അയൺ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഒരു വീൽ ചെയർ ആണിത്. വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, ആർക്കും വളരെ ഈസി ആയിട്ട് പിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന, ഈസി ആയിട്ട് മടക്കാനും നിർത്താനും പറ്റുന്ന, ആംബ്രസ്റ്റൊക്കെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ വീൽ ചെയർ ആണ് എസ്ലെ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മോഡൽ. നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഭാരം കുറഞ്ഞ വീൽ ചെയർ ആണ്. ഇതിലും ഭാരം കുറഞ്ഞ വീൽ ചെയർ നമ്മളെ മാർക്കറ്റിൽ വേറെ കണ്ടിട്ടില്ല. അതിനോടൊപ്പം തന്നെ നല്ല പവറുള്ള 100 kg കപ്പാസിറ്റി ഉള്ള ഒരു വീൽ ചെയർ കൂടിയാണ്. അപ്പോൾ ഈ വീൽ ചെയറിൻ്റെ കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് ശേഷം വീഡിയോ കാണുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ഈ മോട്ടറൈസ്ഡ് വീൽ ചെയറിൻ്റെ ജോയ്സ്റ്റിക്ക് കാണുന്നതാണ്. നോർമലി എല്ലാ മോട്ടറൈസ്ഡ് വീൽ ചെയറിലും വരുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, ഒരു വിരലുകൊണ്ട് മാത്രം ഓടിക്കാൻ പറ്റുന്ന ഒരു ജോയ്സ്റ്റിക്ക് കൺട്രോളറാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് ഡിറ്റാച്ച് ചെയ്തിട്ട് രണ്ട് സൈഡിലേക്കും മാറ്റി മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇതിന് ഇവിടെ ഒരു ലോക്ക് വരുന്നുണ്ട്. ഈ ജോയ്സ്റ്റിക്ക് നമുക്ക് ഇതേപോലെ ഇതിനെ ഡിറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആ ആംബ്രസ്റ്റിലേക്കും വെക്കാൻ പറ്റും. ഇതിലിവിടെ ജസ്റ്റ് ഒരു ക്വിക്ക് റിലീസാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ ലോക്കാവും. അതേപോലെ തന്നെ നമുക്ക് ഊരണമെങ്കിൽ ഇത് അമർത്തി വലിച്ചാൽ ഇത് പോരും ചെയ്യും. ഇത് നമുക്ക് രണ്ട് സൈഡിലും ഒരേപോലെ മാറ്റി മാറ്റി വെക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതേപോലെ ജസ്റ്റ് ലോക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ ഒരു ഫ്ലവർ സ്ക്രൂ ഉണ്ട്. അത് തിരിച്ച് ടൈറ്റായി കഴിഞ്ഞാൽ നല്ല സെക്യൂരിറ്റി ആയിട്ട് അവിടെ ഇരിക്കും. ഇത് നമുക്ക് രണ്ട് സൈഡിലേക്കും അപ്പുറത്തും മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു ജോയ്സ്റ്റിക്ക് കൺട്രോളറാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നമുക്ക് രണ്ട് ആംബ്രസ്റ്റും വളരെ ഈസി ആയിട്ട് ഇതേപോലെ ബാക്കിലേക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ഈ ആംബ്രസ്റ്റും അതുപോലെ തന്നെ ഈ ആംബ്രസ്റ്റും നമുക്കൊരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതേപോലെ ഫ്ലിപ്പ് ചെയ്യാം. ഫ്ലിപ്പ് ചെയ്യുകൊണ്ടുള്ള നമുക്ക് ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ബെഡിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ബെഡിലേക്ക് മാറാനും, അതുപോലെ തന്നെ വാഹനങ്ങളിൽ കയറുമ്പോൾ സൈഡിൽ ബ്ലോക്കിങ് വരാതിരിക്കാനും, അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ കയറുമ്പോൾ നമുക്ക് മാറാനൊക്കെ വളരെ ഈസി ആയിട്ട് പറ്റും. അത് ഉപയോഗം കഴിഞ്ഞാൽ സുഖമായിട്ടാണ് നമുക്ക് ഇതേപോലെ കൊടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഇതേപോലെ ലോക്ക് ചെയ്യാം. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. അത് നല്ല ബലമുള്ള മെറ്റീരിയലാണ്. എത്ര വെയിറ്റ് കൊടുത്താലും ഒന്നും ആവാത്ത ടൈപ്പ് മെറ്റീരിയലാണ്. നല്ല അടിപൊളിയായിട്ടുള്ള അലുമിനിയിലാണ് ഇതിൻ്റെ ഫ്രെയിം വന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് കളറാവുകൊണ്ട് മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല അപ്പോളിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. നല്ല സ്പോഞ്ചോ കൊടുത്തിട്ടുള്ള നല്ല അപ്പോളിസ്റ്ററിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന കുഷ്യനാണെങ്കിലും നല്ല സ്മൂത്ത് ആയിട്ടുള്ള അപ്പോളിസ്റ്ററിൽ വന്നിട്ടുള്ളൊരു അടിപൊളി കുഷ്യനാണ്. അതിനോടൊപ്പം തന്നെ ഇത് ഓടിച്ചു പോകുമ്പോൾ നമുക്ക് വീൽ ചെയറിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് സീറ്റ് ബെൽറ്റ്, റിമൂവബിൾ ആയിട്ടുള്ള സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള സീറ്റ് ബെൽറ്റാണ്. സിംഗിൾ ഫൂട്ട് റെസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഡിസൈൻ ആവുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഫൂട്ട് റെസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. വേണ്ട സമയത്ത് ഇങ്ങോട്ട് താഴ്ത്തി വെക്കാനും വേണ്ടാത്ത സമയത്ത് ഇങ്ങനെ മടക്കി വെക്കാനും പറ്റുന്ന ഒരു ഫൂട്ട് റെസ്റ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സിംഗിളായിട്ട് വരുന്ന ഫൂട്ട് റെസ്റ്റ് ആണ്. ഈ മോട്ടറൈസ്ഡ് വീൽ ചെയറിന്റെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഒരു ചെറിയൊരു പോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ആ പോക്കറ്റിൽ ഇതിൻ്റെ അത്യാവശ്യം വരുന്ന ടൂൾസും സ്പാനറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ, താഴേക്ക് വരികയാണെങ്കിൽ ഇത് രണ്ട് മോട്ടർ ഇവിടെ കാണാം. ഈ കാണുന്ന രണ്ട് മോട്ടർ 250 വാട്ട്സിൻ്റെ രണ്ട് മോട്ടറാണ്. ഇത് മാനുവൽ മോഡലും മോട്ടർ മോഡലും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്. ഈ ലിവർ മേളിലേക്ക് ഇങ്ങനെ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മോട്ടർ മോഡലും, അതുപോലെ തന്നെ താഴേക്ക് ഇങ്ങനെ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാനുവൽ മോഡലാക്കിയിട്ട് നമുക്ക് സുഖമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു മോഡലാണ്. അതുപോലെ തന്നെ ബാക്കിലേക്ക് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ആൻറ്റി ടിപ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മടക്കിയിട്ട് നിർത്തി വെക്കുമ്പോൾ അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബുഷും കൂടിയും കൊടുത്തിട്ടുണ്ട്. ഈ ബുഷിലാണ് ഇത് നിർത്തി വെക്കുമ്പോൾ ഇരിക്കുക. അതുപോലെ ഇതിൻ്റെ ആൻറ്റി ടിപ്പർ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ഇത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഊരി മാറ്റാൻ പറ്റുന്ന രൂപത്തിലുള്ള ആൻറ്റി ടിപ്പറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയ മഡ് ഗാർഡ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെടിയിലൂടെയൊക്കെ ഓടിച്ചു പോവുകയാണെങ്കിൽ മുകളിലേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടി രണ്ട് വീലിലും മഡ് ഗാർഡ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് കനം കുറഞ്ഞ അലുമിനി, സ്ട്രോങ് ആയിട്ടുള്ള അലുമിനി കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഫ്രെയിം എല്ലാം ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു രൂപത്തിൽ വളരെ തിന്നായിട്ടുള്ള ഫ്രെയിമാണ് വന്നിട്ടുള്ളത്. നല്ല പൗഡർ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ, നല്ല വൃത്തിക്ക് പൗഡർ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് വീല് എന്ന് പറയുന്നത് 8 ഇഞ്ചിൻ്റെ ഫ്രണ്ട് വീലാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് വീൽ അതേപോലെ തന്നെ ഒരു 10 ഇഞ്ച് വരുന്ന ബാക്ക് വീലുമാണ് കൊടുത്തിട്ടുള്ളത്. ഫില്ലറ്റ് ടയറാണ്, രണ്ടും പഞ്ചറാവാത്ത ടയറിലാണ് ഇതിൻ്റെ വീലുകളൊക്കെ വന്നിട്ടുള്ളത്.
അതുപോലെ ഈ ഫ്രെയിമിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ലോക്ക് വന്നിട്ടുണ്ട്, ഒരു റെഡ് കളർ ലോക്ക്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ലോക്ക് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ റിലീസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിവിടെ ലോക്കാവാണ് ചെയ്യുക. ഈ ലോക്ക് ജസ്റ്റ് ഇങ്ങനെ റിലീസ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ, ഇതേപോലെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് നമുക്ക് ആർക്കും ഫോൾഡ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന പോലെ എനിക്കിപ്പോൾ വീൽ ചെയറിൽ ഇരുന്നിട്ട് തന്നെ ഇത് അത്യാവശ്യം ടൈറ്റൊക്കെ ഉണ്ടെങ്കിലും വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ നിർത്തി വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇതേപോലെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ബുഷ് വരുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ചെറുതായിട്ട് ഇരിക്കുന്ന രൂപത്തിലായിരിക്കും ഇത് നമുക്ക് ഫോൾഡ് ചെയ്താൽ കിട്ടുന്നത്. കുറച്ചുകൂടി ഇങ്ങനെ ഇതേപോലെ ഫോൾഡ് ആവും. ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ നമുക്ക് ഏത് കാറിൻ്റെ ഡിക്കിലും സുഖമായിട്ട് വെച്ചുകൊണ്ട് പോകാം. അതുപോലെ തന്നെ ഈ ജോയ്സ്റ്റിക്ക് നമുക്ക് റിമൂവ് ചെയ്തിട്ട് സീറ്റിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ, ജോയ്സ്റ്റിക്ക് ഇതേപോലെ റിമൂവ് ചെയ്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വണ്ടിയുടെ ഡിക്കിലൊക്കെ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മോഡലാണ്. അതുപോലെ ഇതിങ്ങനെ ഈ ചെറിയ വീലിലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ വലിച്ചുകൊണ്ട് ഒരു ബാഗൊക്കെ വലിച്ചുകൊണ്ട് പോകണമാതിരി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകാനും പറ്റുന്ന ഒരു മോഡൽ വീൽ ചെയറാണ് എസ്ലെ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആർക്കും വളരെ ഈസി ആയിട്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ടുപോകാൻ പറ്റുന്ന, വെറും 18 kg മാത്രമാണ് ഇതിൻ്റെ ഭാരം. അതുകൊണ്ട് ആർക്കും സിമ്പിളായിട്ട് എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മോഡലൂടെയാണ് എസ്ലെ ലൈറ്റ്. എസ്ലെ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വീൽ ചെയർ നമുക്ക് ഫ്ലൈറ്റിലോ കൊണ്ടുപോകാൻ പറ്റുന്ന വീൽ ചെയർ ആയതുകൊണ്ട് തന്നെ 10.5 AH ഫ്ലൈറ്റിൽ അലൗഡ് ആയിട്ടുള്ള ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഈ കാണുന്ന ബാറ്ററിയാണ്, ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി ബോക്സ് വരുന്നത്. ലിഥിയം അയൺ ബാറ്ററി ആയതുകൊണ്ട് വളരെ ചെറിയൊരു ബോക്സിൽ 10.5 AH ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് ബാറ്ററി ഇനി അധികം ബാറ്ററി അധികം വേണമെന്നുള്ളവർക്ക് പറയുകയാണെങ്കിൽ കമ്പനി കസ്റ്റമൈസ് ചെയ്ത് തരും. പക്ഷേ ഫ്ലൈറ്റിൽ അലൗഡ് ആയിട്ടുള്ളൊരു അളവ് എന്ന് പറയുന്നത് 10.5 AH ലിഥിയം ബാറ്ററിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് ബാറ്ററി ബോക്സ്. നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ വീൽ ചെയറിനെ നിവർത്തി രണ്ടാമത് ഉപയോഗിക്കുമ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ജോയ്സ്റ്റിക്ക് നമുക്ക് ഏത് കയ്യിലേക്കാണ് വേണ്ടിച്ച് ആ കയ്യിലേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. അവിടെ ക്വിക്ക് റിലീസാണ് വരുന്നത്. ഫിറ്റ് ചെയ്തതിൻ്റെ ശേഷം അവിടെ പോയി ലോക്കാവും ഈ സംഭവം. ഇതിങ്ങനെ ലോക്കായതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, ഈ ഫ്ലവർ സ്ക്രൂ ഇവിടെ ടൈറ്റ് ചെയ്ത് വെക്കുക. അതിൻ്റെ ശേഷം ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പം ഇതിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യുന്ന വയറുകൾ നമുക്കിവിടെ കാണാം. ഇത് ബാറ്ററിയിൽ നിന്ന് വരുന്ന ഒരു വയറും അതുപോലെ തന്നെ നമ്മളുടെ ജോയ്സ്റ്റിക്കിൽ നിന്ന് വരുന്ന ഒരു കണക്ഷൻ ഇവിടെയും കാണാം. ഈ രണ്ട് കണക്ടറുകളും തമ്മിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഈ രണ്ട് റെഡ് പിന്നുകൾ ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീൽ ചെയർ കണക്റ്റായി. ഇത്ര പണി മാത്രമേ ഉള്ളൂ. അതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നിർത്തിയിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഇപ്പോൾ നിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മടക്കി അതേപോലെ തന്നെയാണ് നിവർത്തലും. ജസ്റ്റ് ഇതിങ്ങനെ താഴേക്ക് പിടിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ ആർക്കും ഈസി ആയിട്ട് നിവർത്താനും അതുപോലെ തന്നെ മടക്കി ഉപയോഗിക്കാനും പറ്റുന്ന ഒരു മോഡലാണ്. നമ്മൾ മടക്കുന്ന സമയത്ത് ഇത് അൺലോക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇത് നിവർത്തി കഴിഞ്ഞാൽ ഇതിവിടെ ലോക്കായിട്ടില്ലെന്ന് ശ്രദ്ധിക്കണം. ഇത് ലോക്കായിട്ടില്ലെങ്കിൽ നമ്മൾ ഓടിക്കുമ്പോൾ വീൽ ചെയർ ഓട്ടോമാറ്റിക്കലി ഫോൾഡ് ആവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിവർത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഫൂട്ടസ് ഇതേപോലെ ഇവിടെ കൂടെ നിവർത്തി വെക്കുക. അപ്പോൾ ഇത്ര പണിയുള്ളൂ ഇത് മടക്കാനും നിർത്താനും കണക്ട് ചെയ്ത് ഉപയോഗിക്കാനും. അപ്പോൾ ഇതിൻ്റെ ജോയ്സ്റ്റിക്കിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കാം. എസ്ലെ ലൈറ്റിൻ്റെ ജോയ്സ്റ്റിക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജോയ്സ്റ്റിക്ക് കാണുന്നതാണ് ജോയ്സ്റ്റിക്ക്. നോർമലി എല്ലാ വീൽ ചെയറിലും വരുന്ന പോലത്തെ ഒരു നോർമൽ ജോയ്സ്റ്റിക്കാണ്. ഇതിൻ്റെ പവർ ബട്ടൺ, അതുപോലെ തന്നെ ഹോൺ ബട്ടൺ, അതുപോലെ തന്നെ സ്പീഡ് മൈനസ് പ്ലസ് ബട്ടൺ, നമ്മളെ കൺട്രോളർ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരിക. പവർ ഓൺ ആയി കഴിഞ്ഞാൽ ഇതേപോലെ ലൈറ്റ് വരും. ഇതാണ് നമ്മളുടെ ചാർജിൻ്റെ സിഗ്നൽ. ഇതിൽ റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീനും കൂടി ഉണ്ടാകും. അപ്പോൾ ചാർജ് കുറച്ച് കുറവാണ്. അതുപോലെ ഇത് ചെറിയൊരു ഹോൺ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് മൈനസ് പ്ലസ്, ഇതിപ്പോൾ പ്ലസ് ഫുള്ള് മൈനസ് ചെയ്താൽ ഒരു ഇൻഡിക്കേഷൻ അവിടെ ഉണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെ പ്ലസ് ചെയ്യുമ്പം 2, 3, 4, 5 അങ്ങനെ 5 മോഡ് സ്പീഡ് ഇതിൽ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യുമ്പം ആ കൺട്രോളറിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്ന ഒരു വീൽ ചെയറാണ് എസ്ലെ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വീൽ ചെയർ. അപ്പോൾ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനും നമുക്ക് എവിടെ വേണമെങ്കിലും ചെറിയ ഡിഗ് സ്പേസിലും അതുപോലെ തന്നെ ഫ്ലൈറ്റിലോ കൊണ്ടുപോകാനും പറ്റുന്ന, യാത്രകളിൽ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വീൽ ചെയറാണ് 18 കിലോ മാത്രം ഭാരമുള്ള എസ്ലെൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മോഡൽ. വളരെ കാണാൻ നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഫ്രെയിമോട് കൂടി ബ്ലാക്ക് കളറിൽ വരുന്ന ഈ വീൽ ചെയർ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ ഫ്രീഡം ലൈഫിനെ കോൺടാക്ട് ചെയ്താൽ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഡെലിവറി ചെയ്യുന്നതാണ്. 1 വർഷത്തെ ഓൺസൈറ്റ് സർവീസ് കമ്പനി ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രീഡം ലൈഫാണ് എസ്ലെൻ്റെ ഫുൾ സർവീസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം. ഞങ്ങളുടെ സർവീസർ നിങ്ങളുടെ വീട്ടിൽ വരും, എന്നിട്ട് 1 വർഷം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സർവീസ് തരും. അതുപോലെ തന്നെ
ലൈഫ് ടൈം സപ്പോർട്ട് ഫ്രീഡം ലൈഫ് നിങ്ങൾക്ക് കിട്ടും. ഫ്രീഡം ലൈഫിലൂടെ വാങ്ങിക്കുന്ന ഏത് വീൽ ചെയർ ആണെങ്കിലും അതിൻ്റെ ലൈഫ് ടൈം സപ്പോർട്ട് നമ്മൾ തരും. അപ്പോൾ എന്താവശ്യം വീൽ ചെയർ സംബന്ധമായിട്ടുള്ള എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഫ്രീഡം ലൈഫുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഈ വീൽ ചെയർ നിങ്ങൾക്ക് ആരെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഫ്രീഡം ലൈഫുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ 18 kg ഭാരം മാത്രമുള്ള ഈ വീൽ ചെയർ വളരെ ഈസി ആയിട്ട് പൊക്കാം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ഉണ്ടോ. അപ്പം ആർക്ക് വേണമെങ്കിലും ഇതേപോലെ പൊക്കി കൊണ്ടുപോയിട്ട് കാറിൻ്റെ ഡിക്കിലൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീൽ ചെയറാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്ത് വളരെ വൃത്തിയൊക്കെ ഇങ്ങനെ വെച്ചേക്കാനുണ്ടോ. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പൊക്കി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ആ വീൽ ചെയറിൻ്റെ 4 സൈഡിൽ നിന്നും ഒന്ന് നോക്കാൻ പോവാണ് കേട്ടോ. വീലൊക്കെ വളരെ വൃത്തിയായിട്ട് ഒതുങ്ങി മടങ്ങിയിരിക്കുന്നുണ്ടോ, അതേപോലെ മടങ്ങിയിരിക്കും. വളരെ അഡ്ജസ്റ്റ് ആയിട്ട് ഒതുങ്ങിയിരിക്കുന്ന ഫ്രെയിമാണ്. വളരെ ഈസിയായി നമുക്ക് മടക്കി വെക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയും പൊങ്ങിയും നിൽക്കാത്ത രൂപത്തിലാണ് അത് ഫോൾഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ചെറിയ സ്പേസിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റും. ഈ കാണുന്ന പോലെ വൃത്തിക്ക് നമുക്ക് ചെറുതാക്കി മടക്കി വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ കാണുന്ന എസ്ലെ ലൈറ്റ്. അപ്പോൾ നമ്മൾ എസ്ലെ ലൈറ്റ് എന്ന മോട്ടോർ വീൽ ചെയർക്ക് മാറിയിരുന്നു കേട്ടോ. ഇതേപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റും കണ്ടോ. ഏത് വീൽ ചെയറും ഓടിക്കുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു മോട്ടറൈസ്ഡ് വീൽ ചെയറാണ് ഈ കാണുന്നത് കണ്ടോ. യാത്രകളിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. മറ്റുള്ള യാത്രകളിലൊക്കെ ഹാർഡായിട്ടുള്ള സ്ഥലത്തൊക്കെ ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം വെയിറ്റ് കുറഞ്ഞ വീൽ ചെയർ ആയതുകൊണ്ട് തന്നെ ഇത് സ്റ്റെബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഡിക്കിൽ വെച്ച് കൊണ്ടുപോവുക, നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് പോയിട്ട് ഉപയോഗിക്കുക എന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിക്കേണ്ടത്. കൂടുതൽ ആൾക്കാരും ട്രാവലിംഗ് കൂടുതലുള്ള ആൾക്കാരൊക്കെയാണ് ഇത് വാങ്ങിച്ച് ഉപയോഗിക്കേണ്ടത്. അതുപോലെ പിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ കാറിൻ്റെ ഡിക്കിലൊക്കെ വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് എടുത്ത് വെച്ച് കൊണ്ടുപോകാനും ചെറിയ സ്പേസിൽ കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു വീൽ ചെയർ ആവുകൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീൽ ചെയറാണ്. കാരണം വെയിറ്റ് കുറഞ്ഞ വീൽ ചെയർ നോക്കുന്ന ആൾക്കാരാണ് അധികം. കാരണം മോട്ടോർ വീൽ ചെയറൊക്കെ ഏത് വീൽ ചെയർ ആണെങ്കിലും 30 കിലോ 35 കിലോ 40 കിലോ അതിൻ്റെ മുകളിലേക്കുള്ള വീൽ ചെയറുകളാണ് നമ്മളെ മാർക്കറ്റിൽ ഇറങ്ങുന്നത്. ആ ഒരു മാർക്കറ്റിലേക്കാണ് വെറും 18 കിലോ മാത്രം ഭാരമുള്ള ലിഥിയം അയൺ ബാറ്ററിയുള്ള ഒരു വീൽ ചെയർ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീൽ ചെയറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഫ്രീഡം ലൈഫോടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾക്ക് ഇതിൻ്റെ വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ തരും. അതുപോലെ തന്നെ വീൽ ചെയർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഓൺസൈറ്റ് സർവീസ് അടക്കം പ്രൊവൈഡ് ചെയ്യുന്ന രൂപത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഇത് ഡെലിവറി ഞങ്ങൾ തരുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന പോലെ സുഖമായിട്ട് ഓടിക്കാൻ പറ്റും കേട്ടോ. അത് പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോകാത്ത എന്താ വെച്ചാൽ ചളിയാവുന്ന രീതിയിലാണ് പുതിയ വീൽ ചെയർ ആവുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന പോലെ നമുക്ക് അത്യാവശ്യം ഹാർഡായിട്ടുള്ള റോട്ടിലൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീൽ ചെയറാണ് ഈ കാണുന്നത് എസ്ലെ ലൈറ്റ്. എനിക്കെന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ബ്ലാക്ക് ആവുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ടോ. ഈ സൈഡൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇപ്പം ചെറിയ കുട്ടികൾ വീൽ ചെയറൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല സുഖമാണ്. കാരണം അവർക്ക് ഒതുങ്ങിയൊരു വീൽ ചെയർ ആയിരിക്കും. വീടിനകത്തൊക്കെ ഉപയോഗിക്കുമ്പം അല്ലെങ്കിൽ പുറത്തൊക്കെ ഉപയോഗിക്കുമ്പം ഒതുങ്ങിയൊരു വീൽ ചെയർ ആയിരിക്കും ഈ കാണുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഫ്രീഡം ലൈഫിലൂടെ ഒരാഴ്ചയുണ്ട് ഈ വീൽ ചെയർ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും.